സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്താണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൂറത്തിലെ 9 ആയത്തുകൾ നമ്മൾ പറഞ്ഞു. 10ാമത്തെ ആയത്ത് മുതൽ 14ാം ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധിയെ വാഴ്ത്തണം, അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് അല്ലാഹു തന്നെ ആ സൂറത്തിന്റെ തുടക്ക ഭാഗത്തിൽ പറഞ്ഞു. അതിനുശേഷം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയ വലിയ നിഅമത്തുകളെ എടുത്തു പറയുകയുണ്ടായി. ആ നിഅമത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ധാരാളം വാഴ്ത്തണമെന്ന്, നബിയെ അങ്ങേക്ക് നാം നൽകുന്ന ഇൽമുകളൊന്നും തന്നെ മറപ്പിച്ചു കളയുകയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറവിയില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉമ്മത്തീങ്ങളുടെ പഠനത്തിന് വേണ്ടി നിസ്കാരത്തിൽ ഒരു റക്അത്ത് വിട്ടുപോയതുപോലെയുള്ള ചില മറവികളൊക്കെ അല്ലാഹു നൽകുകയും ചെയ്യും എന്ന ആയത്ത് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. എന്നിട്ട് അവസാനം അല്ലാഹു പറഞ്ഞു, വനുയസ്സിറുക ലിൽ യുസ്റ, ഈ വിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് അല്ലാഹു തആല അങ്ങേക്ക് വലിയ എളുപ്പം നൽകും, എല്ലാത്തിനുമുള്ള ഒരു സംവിധാനം അല്ലാഹു ഒരുക്കി തരുമെന്ന് പറഞ്ഞു. ഇനിയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജനങ്ങൾക്കുള്ള പ്രബോധനത്തിന്റെ രൂപം പറയുകയാണ്. ഫദക്കിർ ഇൻ നഫഅതി ദിക്റ സയദക്കറു മൻ യഖ്ശാ ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا. ഇത്രയും ആയത്താണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഫദക്കിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയാണ്, നബിയെ, വിവരമില്ലാത്ത ആളുകൾ, എന്നാൽ നേരത്തെ അവരോട് ഈ വിവരങ്ങളെക്കുറിച്ചൊക്കെ ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു തആല ഉത്ബോധനം നടത്തിയിട്ടുണ്ട്, അവർ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ജനങ്ങളാണ് ഇവിടെയുള്ളവർ മുഴുവനും. ഇവിടെ വരുമ്പോൾ പിന്നെ ഓരോ കുഞ്ഞും എല്ലാ കുഞ്ഞും നല്ല പരിശുദ്ധവാന്മാരായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് അവരുടെ ജീവിതശൈലി, അവരുടെ മാതാപിതാക്കളുടെ ജീവിതശൈലിയും അനുസരിച്ചാണ് അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളിലേക്കും രൂപങ്ങളിലേക്കും ശൈലികളിലേക്കും ഒക്കെ മാറിപ്പോകുന്നത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ നസ്രാനികളാക്കി കളയുന്നതും അതുപോലെ തന്നെ മജൂസികളാക്കി കളയുന്നതുമൊക്കെ ജനിച്ച് വളർന്നു വരുന്ന അന്തരീക്ഷം എങ്ങനെയാണോ അതനുസരിച്ചാണ് അവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന. അപ്പൊ നേരത്തെ അല്ലാഹു തആല ആലമുൽ അർവാഹിൽ വെച്ച് നമ്മോടെല്ലാവരോടും ഒരു ഉടമ്പടി നടത്തിയിട്ടുണ്ട്, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാവരും അല്ലാഹുവാണ് റബ്ബ് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആയത്ത് വായിക്കാം, ആയത്ത് ഓതാം. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, അല്ലയോ നബിയെ, അങ്ങ് ഓർമ്മപ്പെടുത്തണമെന്നാണ് അവിടെ. ഫദക്കിർ എന്ന് പറഞ്ഞാൽ വഅദ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു കൊടുക്കുകയാണെന്ന് അർത്ഥം. അവിടെ വേണമെങ്കിൽ അല്ലാഹുവിന് വഅദ് എന്നാണ്, നിങ്ങൾ ഓർമ്മപ്പെടുത്തുക, ഉപദേശം നടത്തുക എന്നുള്ള അറബി പദം. അങ്ങനെ ഒരു പദപ്രയോഗം ഖുർആൻ ഉപയോഗിച്ചില്ല. വഅദ് പറഞ്ഞു കൊടുക്കുക, ഉപദേശം നടത്തുക എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഫദക്കിർ, നബിയെ, അങ്ങ് ഓർമ്മപ്പെടുത്തണം. ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ മുമ്പ് ആരോ അത് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓർമ്മപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ മുമ്പ് ആരോ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഖുർആനിന്റെ മറ്റു തലങ്ങളിലൊക്കെ നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റും.
അല്ലേ? ഫദക്കിർ എന്നുള്ള പ്രയോഗങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ ഉപദേശം വഅള് ഇള് എന്ന് പറയുന്നതിന് പകരം ഫദക്കിർ ഇന്ന ഫഅതി ദിക്റ ഇതുപോലെയുള്ള ഒരുപാട് ഫദക്കിർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഖുർആനിന്റെ തുടക്കങ്ങൾ ആയത്തിന്റെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇതിന് കാരണം എന്ന് മുഫസ്സിരീങ്ങൾ, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഓർമ്മിപ്പിക്കുക എന്നാണ് ഫദക്കിർ എന്ന് പറഞ്ഞതിന്റെ പദത്തിന്റെ അർത്ഥം. അപ്പൊ ഒരാളെ ഓർമ്മപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ ആ സംഭവത്തെക്കുറിച്ച് ഒരു അറിവ് വേണമല്ലോ. നേരത്തെ ഒരാൾക്ക് അറിവുണ്ടായാലാണ് അയാൾ മറന്നുപോകും. മറന്നുകൊണ്ടേയിരിക്കുന്ന ഒരാളെ ഇടയ്ക്കൊരു തംബീഹ് ചെയ്യുക, ഓർമ്മപ്പെടുത്തുക. അതിനാണല്ലോ ഫദക്കിർ എന്ന് പറയാ. അപ്പൊ നമ്മോട് ആരാണ് നേരത്തെ ഇത് പറഞ്ഞു തന്നത് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതിന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. വഇദാ ഖദ റബ്ബുക മിൻ ബനി ആദം, അല്ലാഹു തആല മനുഷ്യരെ മുഴുവനും നമ്മുടെ എല്ലാവരുടെ റൂഹുകളെയും ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ലോകത്ത് സംഗമിപ്പിച്ച് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്ലാഹു തആല മനുഷ്യനാക്കി ഇങ്ങോട്ട് വിടുന്നതിന് മുമ്പ് ഈ മനുഷ്യരെ മുഴുവനും റൂഹിനോട് അല്ലാഹു സംസാരിക്കുന്നുണ്ട്. അത് ഖുർആൻ പറയുന്നു. വഇദാ ഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും. ഓരോ മനുഷ്യനും അവന്റെ പിതാവിന്റെ മുതുകിലൂടെ കൈമാറി വന്നവരാണ്. അങ്ങനെ മക്കളായി ജനിച്ചു വരുന്നതിന് മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു തആല ചോദിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ റൂഹുകളെയും എല്ലാവരെയും സംഗമിപ്പിച്ച് അല്ലാഹു ചോദിക്കുന്നു, അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അപ്പൊ ഈ റൂഹുകൾ മുഴുവനും പറഞ്ഞു, നമ്മുടെ അടക്കമുള്ള എല്ലാ റൂഹും, മുഅ്മിനിന്റെയും കാഫിറിന്റെയും എല്ലാ മതക്കാരന്റെയും മനുഷ്യന്റെ റൂഹുകൾ മുഴുവനും ഒന്നടങ്കം അവര് പറഞ്ഞു, ഖാലൂ ബലാ ഷഹിദ്നാ, അതേ റബ്ബേ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, നീയാണ് ഞങ്ങളെ റബ്ബ് എന്ന് ആലമുൽ അർവാഹിൽ വെച്ച് എല്ലാവരും പറഞ്ഞു എന്ന് ഖുർആനാ പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാൻ, അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഇതും കൂടെ പറഞ്ഞു അല്ലാഹു. അവസാനം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ കുറെ ആളുകള് അവസാനം ദുനിയാവും കഴിഞ്ഞ് ഖിയാമത്ത് നാൾ ആകുന്നതിന്റെ മുമ്പ് ആ സമയം ആകുമ്പോഴേക്ക് നിങ്ങളെ ഇപ്പത്തെ ഈ ഖാലൂ ബലാ ഷഹീദിന എന്ന് പറഞ്ഞ വർത്താനുണ്ടല്ലോ, അതിനൊക്കെ നിങ്ങൾ മാറും. നിങ്ങൾ പറയും അല്ലാഹു ഒരുവനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നേരത്തെ അള്ളാഹു അവരോട് സാക്ഷ്യം വഹിക്കും. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം അള്ളാഹ് നേരത്തെ ആലമുൽ അർവാഹിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഏക ഇലാഹാണ് എന്നുള്ള ദഅവത്ത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ നേരത്തെ പഠിപ്പിച്ച ഒരു സംഗതിയാണ്. ആ സംഭവം ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു പഠിപ്പിച്ചത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു ഇവിടെ തങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി എന്ന് പറയാൻ കാരണം എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഫദക്കിർ ഇന്ന ഫഅതി ദിക്റാ, ഇന്ന ഫഅതി ദിക്റ എന്നല്ല, ഇൻ നഫഅതി ദിക്റ എന്നാണ്. ഓതുമ്പോ ചില ആളുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇതിങ്ങനെ ഖുർആൻ നോക്കി പഠിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം. കേട്ട് പഠിച്ചാൽ പല വാക്കുകളും ഫദക്കിർ ഇന്ന ഫഅതി ദിക്റ, അപ്പൊ ഞാനിങ്ങനെ ഓതനങ്ങൾ കേൾക്കുമ്പോ ഇന്ന ഫഅതി ദിക്റ എന്നാണ് തോന്നിപ്പോകും. അങ്ങനെയല്ല, ഇൻ നഫഅതി ദിക്റ എന്നാണ്. അപ്പൊ ഇന്നും നഫഅത്തിന്റെ നൂനും കൂടെ കൂടുമ്പോ നഫഅത്തിന്റെ നൂനിന് ശദ്ദ് വരും. അപ്പൊ ആദ്യത്തെ നൂനിനെ മറച്ചു മണിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന ഫഅതി ദിക്റ എന്ന്. അപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് ഇന്ന ഫഅതി ദിക്റ എന്നാ തോന്നിപ്പോവും. അങ്ങനെയല്ല, അത് നമ്മൾ ഓതുമ്പോഴും നമ്മൾ കാണാതെ ഓതുകയാണെങ്കിലും ഒക്കെ അത് നല്ല പോലെ സൂക്ഷിച്ചോതണം, അല്ലെങ്കിൽ ഖുർആനാണ് തെറ്റിപ്പോകും. അപ്പോ ഫദക്കിർ ഇന്ന ഫഅതി ദിക്റ, ഇവിടെ അല്ലാഹു പറയുന്ന ആരോടാണ് ഓർമ്മപ്പെടുത്താൻ പറയുന്നത്? ഫലപ്പെടുമെങ്കിൽ, ഓർമ്മപ്പെടുത്തൽ ഫലപ്പെടുമെങ്കിൽ നബിയെ തീർച്ചയായും അങ്ങ് ഓർമ്മപ്പെടുത്തണം. ഇവിടെ ഫലപ്പെടുമെങ്കിൽ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയാൽ ഫലപ്പെടില്ല എന്നല്ല അർത്ഥം. നമ്മൾ ചില പ്രയോഗങ്ങൾ ഉണ്ടാവും, ഓർമ്മപ്പെടുത്തിയാൽ ഫലപ്പെടും, അപ്പൊ എന്തായാലും ഓർമ്മപ്പെടുത്തണം എന്നുള്ളതിലേക്കുള്ള ഒരു ശൈലിയാണ് ഖുർആന്റെ ഒരു ശൈലിയാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, നബിയെ ഫദക്കിർ ഇന്ന ഫഅതി ദിക്റ,
ആവർത്തിച്ച് ആവർത്തിച്ച് അവരോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ചില ആളുകളോട് അങ്ങനെയാണല്ലോ, പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തേണ്ടി വരും. ചില ആളുകളോട് കുറഞ്ഞ സമയം ഓർമ്മപ്പെടുത്തിയാൽ മതി. എന്നാൽ ചിലരോട് പല പ്രാവശ്യം നമ്മൾ നേരത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരും. എല്ലാവരും ഒരുപോലെ ആവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം. ഹബീബ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് സംസാരിക്കേണ്ടത് നമ്മുടെ ആ മറുവശത്ത് ആരാണ്, മുഖാത്തബ് ആരാണ്, അയാളുടെ അഖ്ൽ, അയാളുടെ ബുദ്ധി എത്രത്തോളം ഉണ്ട്, അയാൾ മനസ്സിലാക്കാൻ, ഞാൻ പറയുന്ന കാര്യം അയാൾ മനസ്സിലാക്കാൻ എത്രത്തോളം വിവേകതയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ സംസാരിക്കേണ്ടത്. അവരുടെ ബുദ്ധിയുടെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ. എല്ലാവരോടും എല്ലാതും പറയാൻ പറ്റൂല, അല്ലേ? എല്ലാവരോടും എല്ലാതും പറയാൻ പറ്റൂല. സാധാരണ ഇബാദത്തുമായി കൂടി നടക്കുന്ന ആളുകളോട് കിതാബിന്റെ അടിത്തട്ടിലുള്ള എല്ലാ ഖിലാഫുള്ള മസലയും കൂടി വളമ്പാൻ നിന്ന് കഴിഞ്ഞാൽ ആകെ ഇഷ്കാലായി, ജനങ്ങളാകെ ഫസാദായി പോകും, പറയാൻ പറ്റൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പറയണ ആലിം ഈ ഹദീസും കൂടെ മനസ്സിലാക്കണം. കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം. ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലയോ? പണ്ഡിതന്മാര് മാത്രം സംഗമിക്കുന്ന മജ്ലിസിൽ അവരോട് മാത്രം പറയാൻ പറ്റുന്ന വിഷയം അവര് മാത്രമുള്ള മജ്ലിസിൽ പറയണം. അത് സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ കിതാബിന്റെ ശൈലികളും ഇബാറത്തിന്റെ രൂപങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്ത, കഴിയാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇതിന്റെ തുമ്പും വാലും അതൊരു പീസ് മാത്രം ചാടി ചെന്ന് കഴിഞ്ഞാല് പിന്നെ ജനങ്ങളാകെ ഫസാദാവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല ബുദ്ധി. അതുകൊണ്ട് ജനങ്ങളുടെ സാമയങ്ങളുടെ കിതാബുകൾ അങ്ങനെ തന്നെ പറയണ്ടല്ലോ, നമ്മളെ മുഖാത്തബ് സാമയിന്റെ വിവരം എങ്ങനെയാണ്, സാമയിനോട്, അത് സാഹിത്യത്തിന്റെ ഒരു ഭാഗം കൂടെയാണ്. നമ്മളെ കേട്ടു നിൽക്കുന്ന മനുഷ്യനെ പരിഗണിച്ച് അവനോട് അതേ രീതിയിൽ സംസാരിക്കും. ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ഈ മലയാളത്തിന് പകരം കിതാബിയായ കുറെ അറബി പദങ്ങൾ കൂട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് ഞാൻ ശരിക്കും തിരിയുന്ന രീതിയിലുള്ള മലയാളത്തിൽ തന്നെ പറയണം. അല്ലാതെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകാത്ത കുറെ ഏതെങ്കിലും വാക്കുകളോ കടിച്ചാൽ പൊട്ടാത്ത പദങ്ങളോ ഉപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പൊ മനുഷ്യന്, കേൾക്കുന്ന മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സാഹിത്യം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, കല്ലിമിന്നാസ് അലാ ഖദ്രി ഉഖൂലിഹിം. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല പറയാണ്, നബിയെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ട മനുഷ്യനാണെങ്കിൽ അയാൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തണം. ഈ ഓർമ്മപ്പെടുത്തലിന് വലിയ മാറ്റം വരുത്താൻ കഴിയും, മനുഷ്യന്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കും കേട്ട സംഭവം തന്നെ കേൾക്കുമ്പോ അതൊരു മടുപ്പാണ്, അതൊക്കെ നമ്മൾ കുറെ കേട്ടതാന്ന് പറയും, അല്ലെ? കേട്ടത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഈമാൻ ഉറച്ചുറച്ചു വരുന്നതാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീനിൽ നമ്മൾ ഓതാറുണ്ട് എപ്പോഴും, ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാൻ. മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാൻ. എപ്പോഴും തുടരെ ഓർമ്മപ്പെടുത്തലിനെ, ആ വഅലിനെ, ആ ഉണർത്തലിനെ കേൾക്കുന്ന മനുഷ്യർ അവര് വഖശിയർ റഹ്മാൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരും കൂടെ ആയി കഴിഞ്ഞാൽ അവർക്ക് ഈമാൻ വർദ്ധിച്ചു വരുമെന്നാണ്. അപ്പൊ കേട്ടതാണെങ്കിലും ഈമാനികമായ കാര്യങ്ങൾ നമ്മൾ വീണ്ടും 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 കേൾക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഫദക്കിർ ഇൻ നഫഅത്തിൽ ദിക്റ. അല്ലയോ നബിയെ, അങ്ങ് ഓർമ്മപ്പെടുത്തി കൊടുക്കണം, അവർക്ക് നല്ലതുപോലെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. എന്നിട്ടോ അവരെ ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതിയോ? സയദ്ദക്കറു മൻ യഖ്ശാ. ആരാണ് അങ്ങ് ഓർമ്മപ്പെടുത്തിയത് ഉൾക്കൊള്ളുന്നവർ ആരാണ്? എല്ലാവരും ഓർമ്മപ്പെടുത്തിയാൽ ഉൾക്കൊള്ളൂല, എല്ലാവരും വഅള് കേൾക്കാനിരിക്കൂല, എല്ലാവരും ഉപദേശത്തിന്റെ മജ്ലിസിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആരാണ് അതിൽ ഉൾക്കൊള്ളുന്നവരാരാണ്? മൻ യഖ്ശാ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരൊക്കെ അതിലിരിക്കാൻ കഴിയും. അങ്ങനെയും കൂടെ ഉണ്ട്, അല്ലെ? ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കാനുള്ള താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ സയദ്ദക്കറു മൻ യഖ്ശാ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഈമാനുള്ളവർക്ക് അതിന് കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഫുൾ ടൈം തിരക്കായിരിക്കും. ഒരു ഇൽമ കേൾക്കാനോ, ഒരു ഉപദേശം കേൾക്കാനോ, ഒരു നസീഹത്ത് കേൾക്കാനോ, വഅള് കേൾക്കാനോ ഒന്നിനും എനിക്ക് നേരം ഉണ്ടാവൂല. ഖുർആൻ പറയാൻ, സയദ്ദക്കറു മൻ യഖ്ശാ. നബിയെ, അങ്ങ് ഉപദേശിക്കുന്ന സമയത്ത് അങ്ങയുടെ ഉപദേശം കേട്ടു നിൽക്കാനുള്ള മനസ്സ് കാണിക്കുന്നവർ ആരാണ്?
മൻ യഖ്ശാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അതിന് കഴിയൂ നബിയെ, അതിന് കഴിയൂ. അല്ലാഹുവിനെ നല്ലപോലെ ഭയപ്പെടുന്ന ആളുകൾക്ക് അതിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് സയദക്കറു മൻ യഖ്ശാ, എന്നിട്ട് അല്ലാഹു പറയാണ് وَيَتَجَنَّبُهَا الْأَشْقَى الَّذِي يَصْلَى النَّارَ الْكُبْرَى. എന്നാൽ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകളുണ്ട്, അവർ പരാജിതരാണ്. നല്ല വഅദ്, നസീഹത്ത്, ഉപദേശം, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അത് കേൾക്കാനും പങ്കുകൊള്ളാനും തയ്യാറാകാത്ത ആളുകൾ അവർ പരാജിതരാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, അല്ലാഹുവിൽ വിശ്വസിക്കാതെ നന്മയിലേക്ക് വരാത്ത കാഫിരീങ്ങളായ ആളുകൾ അല്ലദീ യസ്ലന്നാറൽ കുബ്റാ, അവർക്കുള്ളത് ഏതാണ്? അവരുടെ വീട് ഏതാണ്? നാറു ജഹന്നമാണ്, നരകത്തിലേക്കാണ് അവര് പോകാനുള്ളത്. നരകം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ നരകത്തിനെ കുറിച്ച് പറയുന്ന ആൾക്കാരും കരയും, കേൾക്കുന്ന ആൾക്കാരും കരയും. അതെന്താ? അവരുടെ ഈമാനാണ്, അല്ലാഹുവിലുള്ള അവരുടെ ഭയമാണ് അതിന് കാരണം. നോക്കൂ നിങ്ങൾ, നരകത്തിന്റെ ഭയാനകതയെ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാദിൽ അതിന്റെ നിരവധി ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ നരകത്തിന്റെ ഭയാനകതയെ ഓർമ്മപ്പെടുത്തുന്ന ആയത്തിൽ അല്ലാഹു തആല പറയാണ്, വൈലു യൗമൈദിൽ ലിൽ മുകദ്ദിബീൻ ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദി സലാസി ശുഅബ് ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് എന്ന് തുടങ്ങി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയാണ്, ഇന്നഹാ തർമീ ബിശറൻ മിന്നമാ ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ. നരകം ഇങ്ങനെ ആളിക്കത്തും, മനുഷ്യനാണ് അതിൽ വിറക് അല്ലേ? നരകം ഇങ്ങനെ ആളിക്കത്തുമ്പോൾ അതിൽ നിന്ന് തീപ്പൊരികൾ ഇങ്ങനെ മേലോട്ട് വരും. ആ മേലോട്ട് വരുന്ന തീപ്പൊരിയുടെ അളവിനല്ല പറയാണ്, ഇന്നഹാ തർമീ ബിശററിൻ, ആ നരകം ഇങ്ങനെ മേൽപോട്ട് എറിയും, തീനാളങ്ങളെ ഇങ്ങനെ എറിയും. നമ്മൾ വലിയ തീക്കുണ്ടാരം ഇങ്ങനെ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് പുകയുടെ കൂടെ ചില തീനാളങ്ങൾ മേലോട്ട് പോകും എന്നതുപോലെ നരകത്തിൽ നിന്ന് പോകുന്നത് ഈ തീനാളം എങ്ങനെയാണ്? ഇന്നഹാ തർമീ ബിശററിൻ ബിൽ ഖസ്ർ, നരകൽ ഖസ്ർ, വലിയ കൊട്ടാരത്തിന്റെ വലിപ്പമുള്ള രീതിയിലാണ് അതിൽ നിന്നുള്ള ഒരു തീനാളത്തിന്റെ വലിപ്പം എന്ന് ഖുർആൻ. ചെറിയ നാര് പോകുന്നത് നമ്മുടെ ദുനിയാവിലെ തീ, ആ തീനെ പോലെ നരകത്തിലെ ആ തീനാളം പോകുന്നതിന്റെ വലിപ്പം തന്നെ വലിയൊരു കൊട്ടാരത്തിന്റെ വലിപ്പമുണ്ട്. ഇത് ഖുർആനാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, കന്നഹു ഹിമാലത്തുൻ സുഫർ വൈലു യൗമൈദിൽ ലിൽ മുകദ്ദിബീൻ. അത് വലിയ ഒട്ടകങ്ങളെ പോലെ, ഒട്ടകമഞ്ഞ ഒട്ടകക്കൂട്ടങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പവും ഗാംഭീര്യവും എന്ന് പറയാണ്. നരകത്തിലുള്ള ഒരു ചെറിയ തീപ്പൊരി മേലോട്ട് പാറിപ്പോകുന്നത്, ആ തീപ്പൊരിയുടെ വലിപ്പം എന്ന് പറഞ്ഞ ഒരു കൊട്ടാരത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകും അത്? അങ്ങനെയുള്ള നരകം. അതാണ് അള്ളാഹു പറഞ്ഞ, ഇത്തരം ഉപദേശങ്ങളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനെ അംഗീകരിക്കാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് ഉള്ളത് എന്താണ്? അല്ലദീ യസ്ലൻ നാറൽ കുബ്റാ, അല്ലദീ യസ്ലൻ നാറൽ കുബ്റാ. നരകാവകാശികൾ പറയുമത്രേ, അത് ഖുർആൻ പറഞ്ഞു. നരകത്തിനെ കുറിച്ച് അവർ തമ്മിലുള്ള സംസാരങ്ങളെ വരെ ഖുർആൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു തആല പറയാണ്, നരകാവകാശികളുടെ സംസാരം എങ്ങനെയാണ്? നരകത്തിൽ അവരകപ്പെട്ടു. വഖാലു മാ ലനാ ലാ നറാ റിജാലൻ കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ അത്തഖദ്നാഹും സിഖ്രിയൻ അം സാഗത് അൻഹുമുൽ അബ്സാർ. വഖാലു മാ ലനാ ലാ നറാ റിജാലൻ. അവര് പറയാണ്, നരകത്തിലുള്ള ആളുകൾ പരസ്പരം പറയാണ്, അല്ല മോനെ, നമ്മൾ ദുനിയാവിൽ വെച്ച്, അതേ നമ്മൾ ദുനിയാവിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പരിഹസിച്ചില്ലേ? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു നടന്നവരെ, അംഗീകരിച്ചവരെ നമ്മൾ പരിഹസിച്ചില്ലേ? അത്തരക്കാരെ ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ. മാലനാ ലാ നറാ റിജാലൻ കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ. അള്ളാഹിന്റെ ദീൻ അംഗീകരിച്ച് നടന്നപ്പോ, അള്ളാഹുവിന്റെ ദീൻ അംഗീകരിച്ചതിന് വേണ്ടി
ദീനിന്റെ മസലകളെ ജീവിതത്തിൽ പകർത്തിയതിന് വേണ്ടി, ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വാഹകനായതിന് വേണ്ടി ആട്ടും തുപ്പും അടിയും ഇടിയും ചീത്തയും എല്ലാം കേട്ട് കളിയാക്കലും ഒക്കെ കേട്ട് അന്ന് കളിയാക്കിയ മനുഷ്യന്മാര് നരകത്തിൽ വെച്ചിട്ട് സംസാരിക്കുന്ന സംസാരം ഖുർആൻ പറയാണ്, എടാ നമ്മളെന്നാ കളിയാക്കിയ മനുഷ്യന്മാരാരും ഇവിടെ കാണാനില്ലല്ലോ. അവര് പറയുന്നു, നമ്മളെന്നാ കളിയാക്കിയ മനുഷ്യന്മാർ നിർത്തല്ല. എന്നിട്ട് അവരെ സംസാരത്തോടെ അള്ളാഹ് എന്ത് കൃത്യമായിട്ടാ പറഞ്ഞു, നമ്മൾ പരിഹസിച്ച മനുഷ്യന്മാരില്ലേ, ആ പരിഹാസ്യരായവർ അവരെ കാണാനില്ലെന്ന് മാത്രല്ല, അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഈ നരകത്ര വലിപ്പുണ്ടായതുകൊണ്ട് നമ്മളെ കണ്ണിൽ പെടാതെ അപ്പുറത്തെ എവിടെയെങ്കിലും ഉണ്ടോ? കാരണം നമ്മൾ കുറെ കളിയാക്കിയതാണല്ലോ, അവർക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പോരായ്മൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവരെങ്ങാനും നരകത്തിന്റെ ഏതെങ്കിലും മൂലയിലേക്ക് മാറി നിൽക്കുന്നുണ്ടോ? അവരുടെ സംസാരം നമ്മുടെ ദുനിയാവിലെ സംസാരം പോലെ അവിടുത്തെ സംഭാഷണത്തെ അല്ലാഹു തആല ഖുർആനിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ അവരെവിടെയാണ്? അവർ നരകത്തിലില്ല, സ്വർഗത്തിലാണ്. പക്ഷെ നരകാവകാശികൾ, സ്വർഗത്തിന്റെ അവകാശികളെ കുറിച്ച് പറയാൻ അന്ന് നമ്മൾ പരിഹസിച്ച ആൾക്കാരില്ലേ, അല്ലെ? പള്ളിയിൽ പോയപ്പോൾ, താടി വെച്ചപ്പോൾ, തലയിൽ തൊപ്പി വെച്ചപ്പോൾ, ഇസ്ലാമിക നാമകരണം നടത്തിയപ്പോൾ, അതുപോലെ തന്നെ ദീനീപരമായ കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടന്നപ്പോൾ, സ്ത്രീകളെ ഇസ്ലാമിക വേഷം മണിയിപ്പിച്ചപ്പോൾ, ദിക്റിന്റെ മജ്ലിസിലേക്ക് കടന്നുപോയപ്പോൾ, ഇങ്ങനെ എല്ലാ ഇസ്ലാമിന്റെ എല്ലാ ആശയങ്ങളെയും ആദർശങ്ങളെയും ജീവിതത്തിൽ പകർത്തിയപ്പോൾ പരിഹസിച്ച മനുഷ്യരില്ലേ, അവര് പറയുന്ന വർത്തമാനമാണ്, എവിടെ വഖാലു മാ ലനാ ലാ നറാ റിജാലൻ കുന്നാ നഅദ്ദുഹും നമ്മൾ അവിടെ അവരെങ്ങനെ കളിയാക്കി നടന്നിരുന്നു, മനുഷ്യന്മാരാരും കാണാനല്ലോ. അവരെവിടെയാണുള്ളത്? അവർ സ്വർഗത്തിലാണ്. അങ്ങനെയുള്ള നരകത്തിന്റെ അവകാശികൾ അവിടെ വെച്ച് സംസാരിക്കുന്ന സംസാരം വരെ അല്ലാഹ് പറയാണ്, എന്തിനാണ് നബിയെ അങ്ങിതെല്ലാം അവർ ഓർമ്മപ്പെടുത്തണം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അവസാനം ثم لا يموت فيها ولا يحيا ثم لا يموت فيها ولا يحيا. പ്രത്യക്ഷത്തിൽ നമുക്കതിന് അർത്ഥം വെക്കാൻ കഴിയും. എങ്ങനെ? ثم لا يموت فيها ولا يحيا. ആ നരകത്തിൽ അവർക്ക് ജീവിതമല്ല മരണമല്ല. നമുക്ക് അങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ അർത്ഥം കിട്ടുക. അങ്ങനെയല്ല അതിന്റെ അർത്ഥമുള്ളത്. ഖുർആൻ അതാണ്. പരിഭാഷ വായിച്ചാൽ ചിലപ്പോൾ ഖുർആൻ മനസ്സിലാകൂല. പരിഭാഷ വായിച്ചിട്ട് ഖുർആനിനെ പഠിക്കാൻ ശ്രമിക്കുന്ന പലരുണ്ട്. തെറ്റാണത്, വിഡ്ഢിത്താണ്. പരിഭാഷ വായിച്ചാൽ ഒരിക്കലും ഖുർആനിനെ മനസ്സിലാക്കാനാകൂല. തെറ്റായ ആശയങ്ങളിലേക്കേ പോകുള്ളൂ. പരിഭാഷ ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ ഖുർആനിന്റെ പരിഭാഷ എഴുതാനും കഴിയില്ല. ഖുർആന്റെ വ്യാഖ്യാനങ്ങളെ എഴുതാൻ പറ്റുള്ളൂ. ഖുർആനിനെ ഒരു മലയാളി പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ അയാളെ കയ്യിലുള്ള ഭാഷയിൽ ഒതുങ്ങി നിൽക്കും ഖുർആനിന്റെ ആശയം. അതുകൊണ്ട് കഴിയില്ല. ഒരു ഇംഗ്ലീഷുകാരൻ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയത്തോട് താരതമ്യപ്പെടുത്തിയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ എഴുത്തുണ്ടാകുക. അതുകൊണ്ട് അതും ഖുർആൻ പരിപൂർണമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾക്കേ സാധ്യതയുള്ളൂ, ഒരിക്കലും പരിഭാഷപ്പെടുത്താനാകില്ല. അതുകൊണ്ട് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം വെക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാകുക. രണ്ട് അർത്ഥമായിരിക്കും. അല്ലാഹു ഉദ്ദേശിച്ച വേറൊരു അർത്ഥമായിരിക്കും, നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു അർത്ഥമായിരിക്കും. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ثم لا يموت فيها ولا يحيا. നരകത്തിൽ ثم لا يموت فيها, അതിൽ മരണമില്ല. ലാ യമൂതു ഫീഹാ, നരകത്തിൽ പ്രവേശിച്ച ഒരുത്തന് തീയെരിഞ്ഞ് മരിക്കുന്ന പരിപാടിയില്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീയിൽ ചാടുന്നവരുണ്ട്, തീ കൊളുത്തി മരിക്കുന്നവരുണ്ട്. എന്നാൽ അതിനേക്കാൾ ഇരട്ടി വലിയ ഗൗരവമുള്ള തീയിൽ ഒരാളെ നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലാ യമൂതു ഫീഹാ, ഒറ്റ കത്തികലുകൊണ്ട് തീർന്നു എന്ന് വിചാരിക്കണ്ട, ഇല്ല, അവർ മരിക്കൂല എന്ന് ഖുർആൻ പറയുന്നു. എന്നാലോ അതിൽ മരിക്കില്ലെന്ന് മാത്രമല്ല, വലാ യഹ്യ, അവര് നല്ല സുഖത്തോടെ അതിൽ ജീവിക്കാൻ അവർക്ക് കഴിയൂല. മരിക്കൂല എന്ന് ഉറപ്പായി. മരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിക്കുമ്പോൾ സുഖം വേണം. സുഖമുണ്ടെങ്കിൽ അതിന് ജീവിതം എന്ന് പറയുള്ളൂ, അല്ലെ? റാഹത്തോടെ ആകുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞിട്ടില്ലേ, ജീവിതം നരകിച്ച ജീവിതം. ചില ആളുകൾ പ്രയാസത്തിലകപ്പെടുമ്പോൾ പറയും നരകിച്ച ജീവിതം എന്ന് പറയും. യഥാർത്ഥ ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ സന്തോഷത്തോടെ ജീവിതം എന്ന് പറയണമെങ്കിൽ അതിന് സുഖം വേണം, റാഹത്ത് വേണം. ആ ഒരു സുഖത്തോടെയുള്ള ജീവിതം നരകത്തിൽ ഉണ്ടാവൂല. ജീവിതം ഉണ്ടാകും, പക്ഷേ
ജീവിതം എന്ന് പറയാൻ അതിനർത്ഥവത്തായ രൂപത്തിലുള്ള ഒരു റാഹത്ത് ആ നരകത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് നരകത്തിൽ മരണമല്ല, നല്ല റാഹത്തോട് സുഖത്തോടുകൂടെയുള്ള ജീവിതവുമില്ല എന്നാണ് ആയത്ത് ഉദ്ദേശിച്ചത്. നരകത്തിൽ മരണമല്ല ജീവിതമല്ല എന്ന് പറഞ്ഞാൽ മരണം ഏതായാലും ഇല്ല, റാഹത്തോടുള്ള സുഖകരമായ ജീവിതവും നരകത്തിൽ ഇല്ല എന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല പരാജിതരായ ആളുകളെയും അതുപോലെ വിജയികളായ ആളുകളെയും രണ്ട് വിഭാഗത്തെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഒരാളോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അദ്ദേഹം അനുസരിച്ചിട്ടില്ല എങ്കിൽ, അദ്ദേഹം വഴങ്ങിയിട്ടില്ല എങ്കിൽ നബി അവരോട് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം. കേട്ടവനും മനസ്സിലായവനുമാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ തക്റാർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ കാരണമാകുന്നതാണ് ആവർത്തനം എന്ന്. എന്താ എല്ലാം അങ്ങനെയാണല്ലോ, പഠിച്ച ഒരു സംഗതി വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കാൻ ഏറ്റവും കാരണമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ കേട്ടവര്, അതുകൊണ്ട് നമുക്കുള്ള പാടാണ്, നമ്മൾ അറിയുന്ന വിഷയമാണെങ്കിലും കേട്ട വിഷയമാണെങ്കിലും നമ്മൾ പഠിച്ചതാണെങ്കിലും അത് വീണ്ടും വീണ്ടും തക്റാർ നടത്തുമ്പോൾ അതിൽ നമുക്കൊരു ഉറപ്പ് ലഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പല ആളുകളും പല ബുദ്ധിയുള്ളവരായിരിക്കും. അതുകൊണ്ട് അവർക്ക് അവർക്ക് ഓർമ്മപ്പെടുത്തൽ ഇടയ്ക്കിടെ നടത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരും. തെറ്റിലേക്ക് പോകുമ്പോൾ, മോനെ അത് ശരിയല്ല, അൽ-അംറു ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ, തെറ്റ് കാണുമ്പോൾ വിരോധിക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നിരന്തരം ഒരു ദാഇയുടെ ദൗത്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഞാൻ ഒരു വട്ടവനോട് പറഞ്ഞു, ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂലെന്ന് ഒരു ദാഇക്ക് പറയാൻ പറ്റൂല. അവനോട് വീണ്ടും പറയണം, വീണ്ടും പറയണം. അങ്ങനെ അവന്റെ മനസ്സിനെ ഈ ആവർത്തനത്തിലൂടെ പാകപ്പെടുത്തിയെടുക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനും അല്ലാഹുവിനെ ഭയപ്പെട്ട് നല്ലതുപോലെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.